ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വാഗണർ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. അപ്പൊ മാരുതിയുടെ ഏറ്റവും കൂടുതൽ ഉള്ളൊരു വണ്ടിയാണ് വാഗണർ. എനിക്ക് സാധാരണ ജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന റേറ്റ് കുറവുള്ള നല്ലൊരു വണ്ടിയാണ് വാഗണർ. നമുക്കറിയാം, കണ്ടമാനം വാഗണർ നിരത്തുകളിൽ കാണുന്നുണ്ട് നമ്മള്. അപ്പൊ അതേപോലെ തന്നെ ഒരു പുതിയ വാഗണറിൽ നമ്മൾ അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ചെയ്യുന്നത്. വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ ആൻഡ്രോയിഡ് അല്ല, സാധാ ഒരു 7 ഇഞ്ചിന്റെ ഒരു സിസ്റ്റം വരുന്നുണ്ട്. കമ്പനി വരുന്ന ഇൻബിൽറ്റ് സ്റ്റീരിയോ. അതിലേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്യാമറ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് ബാക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഗാർഡ് എന്നുവെച്ചാൽ വണ്ടിക്ക് നല്ല ഷോ വരുന്ന ഒരു ഐറ്റമാണ്. അതേപോലെ തന്നെ നല്ലൊരു റൂഫ് റെയിൽ, ഈ റൂഫ് റെയിലും നല്ല ഷോ വരുന്ന ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ നമ്മൾ ഇതിന്റെ സീറ്റ് കവർ, അതേപോലെ തന്നെ വിനൈൽ മാറ്റ്. അപ്പൊ സീറ്റ് കവറും ഉണ്ട്, വിനൈൽ മാറ്റും ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റീരിയോയിലേക്ക് ഒരു ക്യാമറ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റൂഫിലേക്ക് ഒരു റൂഫ് റെയില്, അതേപോലെ ഫ്രണ്ട് ബാക്ക് ഗാർഡ്. ഇത്രയും വർക്കുകളാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വർക്കുകൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. നമുക്ക് പറയാം ക്യാമറയുടെ കാര്യം. ക്യാമറ നമുക്ക് നേരിട്ട് ഒരു ക്യാമറ ഈ കമ്പനി സിസ്റ്റത്തിലേക്ക് ആഡ് ആവില്ല. അപ്പൊ അതിന് സെപ്പറേറ്റ് ചെറിയൊരു യൂണിറ്റ് വെച്ചിട്ട്, ഒരു ക്യാൻവസ് പോലെ ചെറിയൊരു യൂണിറ്റ് വെച്ചിട്ടാണ് ആ ക്യാമറ ഈ കമ്പനി സ്റ്റീരിയോയിലേക്ക്, ഇൻബിൽറ്റ് സ്റ്റീരിയോയിലേക്ക് ആഡ് ആക്കുന്നത്. അപ്പോൾ വയർ കട്ടിങ്ങോ കാര്യങ്ങളോ നമുക്കൊന്നും ഇതിൽ വരുന്നില്ല. അപ്പൊ നമുക്ക് ഇനി വണ്ടിയുടെ കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടാം. അതേപോലെ തന്നെ വർക്കുകൾ, കഴിഞ്ഞ വർക്കുകളൊക്കെ ഒന്ന് കാണും ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത്. അപ്പൊ ഏറ്റവും പുതിയൊരു വാഗണറാണ്. നമ്മുടെ ഇതിന്റെ ഫ്രണ്ടിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഗാർഡ് നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ അതിന്റെ സീറ്റ് കവർ നമുക്ക് ചെയ്യാനുണ്ട്. ഈ ഹെവി ഗാർഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് നല്ല ഷോ വരുന്ന, നല്ലൊരു ഡിപ്പ് വരുന്ന ഒരു ഐറ്റാണ്. അതേപോലെ തന്നെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു സീറ്റ് കവർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഐറ്റംസ് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. സീറ്റ് കവർ, സ്റ്റിയറിംഗ് കവർ, വിനൈൽ മാറ്റ്, റൂഫ് റെയില്, ഫ്രണ്ട് ബാക്ക് ഹെവി ഗാർഡ്, സൈഡ് ബീഡിങ്, അതേപോലെ റിവേഴ്സ് ക്യാമറ, ആംറസ്റ്റ്. ഇത്രയും വർക്കുകൾ നമുക്ക് ഇതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ കമ്പനി സ്റ്റീരിയോയിലേക്ക് നമ്മളൊരു ക്യാമറ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വേറൊരു ക്യാൻവസ് അല്ലെങ്കിൽ വേറൊരു യൂണിറ്റ് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാൻ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ക്യാമറ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനി സ്റ്റീരിയോയിൽ നേരിട്ട് ക്യാമറ ആഡ് ആവില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഈ സൈഡ് ബീഡിങ് കമ്പനി ഒട്ടിച്ചിട്ടുള്ള സൈഡ് ബീഡിങ്ങാണ്. ഒരു ഷോയും ഇല്ല, വെറുതെ ഒരു ബ്ലാക്ക് ഒരു സൈഡ് ബീഡിങ്ങാണ് അതിന്മേൽ വരുന്നത്. നമ്മൾ വെക്കുന്നത് ശരിക്കും വാഗണർന്ന് എഴുതിയിട്ടുള്ള ബ്ലാക്കിൽ സിൽവർ കൂടിയിട്ടുള്ള ഒരു സൈഡ് ബീഡിങ്ങാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സീറ്റിൻ്റെ കാര്യം, സീറ്റ് നമ്മൾ നല്ല ഡയമണ്ട് കട്ടും റോളും കൂടിയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സീറ്റ് കവർ, അതേപോലെ തന്നെ അടിയിലേക്ക് വിനൈൽ മാറ്റ്. പിന്നെ ഞാൻ ഇപ്പം നേരത്തെ ഞാൻ വായിച്ചിരുന്നു എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അത്ര ഐറ്റംസ് നമുക്ക് ഇതിൽ ചെയ്യാനുണ്ട്. അതിൽ ഏറ്റവും നല്ലൊരു ഐറ്റമാണ് അതിൻ്റെ ഫ്രണ്ട് ബാക്ക് ഗാർഡ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ഇൻബിൽറ്റ് സ്റ്റീരിയോയിലേക്കുള്ള നല്ലൊരു ക്യാമറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നൈറ്റ് വിഷൻ ഓപ്ഷനുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്യാമറയാണ് നമ്മളിലേക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കിൽ കാണുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഡിക്കിയിലും താഴെ ബമ്പറിൻ്റെ താഴെ ഒരു ബ്ലാക്ക് പീസ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ നല്ല ഷോ വരുന്ന ഒരു ഐറ്റമാണ്. അതേപോലെ തന്നെ ബമ്പറിൽ സെൻട്രലായിട്ടൊരു ക്യാമറ നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് സീറ്റുകൾ കാണാം. ഈ വാഗണറിൻ്റെ ഈ മോഡലിലേക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാച്ച്ഡ് ഹെഡ് റെസ്റ്റാണ് നമുക്ക് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ സെൻട്രലിലേക്ക് ഒരു ആം റെസ്റ്റ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് സീറ്റിന് ഹെഡ് റെസ്റ്റ് അറ്റാച്ച്ഡാണ്, നമുക്കത് ഊരി മാറ്റാൻ പറ്റില്ല. ഇതാണ് കമ്പനി വരുന്ന 7 ഇഞ്ചിൻ്റെ ഇൻബിൽറ്റ് സ്റ്റീരിയോ ആണ് ആ കാണുന്നത്. ഈ സ്റ്റീരിയോയിലേക്കാണ് നമ്മൾ ക്യാമറ ആഡ് ചെയ്യുന്നത്. പിന്നെ സീറ്റ് കവറും മാറ്റും ഞാൻ ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാനുണ്ട്. അതിൻ്റെ ഹെവി ഗാർഡ്, ഫ്രണ്ടിലേക്കുള്ള ഹെവി ഗാർഡ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു. വാഗണർന്ന് എഴുതിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗാർഡാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബാക്കി വർക്കുകൾ നമുക്ക് ബാക്കിലത്തെ ഗാർഡും കൂടി നമുക്കൊന്ന് കാണാം. ബാക്കിൽ നമുക്ക് അതിൻ്റെ ഡിഫ്യൂസർ എന്ന് പറയാം, പക്ഷെ ഇത് രണ്ടും കൂടി ഒരു കിറ്റായിട്ടാണ് വരുന്നത്. നേരത്തെ നമ്മളവിടെ കണ്ടിരുന്നത് വെറുതെ ഒരു ബ്ലാക്ക് ആയിട്ടുള്ളൊരു പീസാണ് കണ്ടിരുന്നത്. അത് ഒരു ഷോ വരുന്നില്ല വണ്ടിക്ക്. അതേപോലെ ഇത് ക്യാമറ, ബമ്പറിലുള്ള ക്യാമറ നമ്മൾ ആഡ് ചെയ്തു. ഇതേ സീറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഡയമണ്ട് കട്ടും റൂളും മോഡലാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതേപോലെ തന്നെ ഡയമണ്ട് കട്ടും റൂളും കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഔട്ടറിൽ നമ്മൾ റെഡ് നൂലും ബാക്കി സെൻറ്റർ പോർഷനിൽ ഫുള്ള് ബ്ലാക്ക് നൂലാണ് കൊടുത്തിരിക്കുന്നത്. ഈ റെഡ് നൂല് കൊടുക്കുന്ന ഒരു സ്പോട്ട് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് റെഡ് നൂല് ആഡ് ചെയ്യുന്നത്.
1 ഇഞ്ച് ഫോം ഇട്ടിട്ടാണ് നമ്മൾ സീറ്റ് കവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ സീറ്റിൽ നമുക്ക് പല കളേഴ്സും ഉണ്ട് ചെയ്യാനായിട്ട്. ബീജ് ഉണ്ട്, അതുപോലെ തന്നെ കോഫി ബ്രൗൺ ഉണ്ട്, ലൈറ്റ് ഗ്രാൻഡ്, ഡാർക്ക് ഗ്രാൻഡ്, അങ്ങനെ കുറേ മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് സീറ്റിൻ്റെ വർക്ക് ഏതാണ്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സീറ്റ് നമുക്ക് ഉള്ളിലേക്ക് കയറ്റാൻ പോകുന്നത്. നമ്മുടെ ബാക്കിയുള്ള വർക്കാണ് നമുക്ക് അതിൽ ചെയ്യാനുള്ള ബാക്കിയുള്ള വർക്കുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ വണ്ടി നമ്മൾ വീണ്ടും ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടു. അതിൽ വിനൈൽ മാറ്റും ചെയ്യണം, നമുക്ക് സീറ്റും ചെയ്യണം. ആ ഫുൾ സീറ്റ് നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വാക്യൂം ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്തിട്ടാണ് ചെയ്യുക. ഈ ബാക്കിലത്തെ സീറ്റ് നമ്മൾ ഊരി വെച്ചിട്ടുണ്ട് ചെയ്യാനായിട്ട്. ഈ ഫ്രണ്ടിലത്തെ ഗാർഡ് നമുക്ക് ഇത് ഒന്നും കൂടി ഒന്ന് കാണാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗാർഡ് തന്നെയാണ് വരുന്നത്. ശരിക്കും വണ്ടിക്ക് നല്ല ഷോ വരുന്ന ഒരു ഐറ്റമാണ് ഈ ഗാർഡ്. ഇത് ഫ്രണ്ടും ബാക്കും കൂടി ഒരു കിറ്റായിട്ടാണ് വരുന്നത് കേട്ടോ. ചിലർ ബാക്ക് തന്നെ കിട്ടുമെന്ന് ചോദിച്ചിട്ട് നമ്മളെ സമീപിക്കാറുണ്ട് ഈ ഫോട്ടോ കണ്ടിട്ട്. ഈ ബാക്കിലത്തെ ഡിഫ്യൂസർ പോലെ വരുന്ന നല്ല ഷോയാണ് കാണുക. അത് പലരും ചോദിക്കാറുണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ കിട്ടില്ല. ഇത് റൂഫ് റെയിൽ നമ്മളിത് ഒട്ടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു റൂഫ് റെയിലാണ് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ സ്പോയിലറും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്പോയിലർ തന്നെയാണ്. റൂഫ് റെയിൽ ശരിക്കും നല്ല ഷോ ആയിട്ടുണ്ട്. ഈ വണ്ടിക്ക് എപ്പോഴും നല്ലൊരു സ്പോർട്ടി ലുക്ക് വരുന്ന ഒരു ഐറ്റമാണ് ഈ റൂഫ് റെയിൽ എന്ന് പറയുന്നത്. അതേപോലെ ഇത് വിനൈൽ മാറ്റിൻ്റെ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാക്യൂം ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് വിനൈൽ മാറ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സീറ്റിൻ്റെ വർക്ക് അവിടെ ഏതാണ്ട് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. വിനൈൽ മാറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സീറ്റൊക്കെ ഉള്ളിലേക്ക് കയറ്റും. അപ്പോൾ ഇത്രയും വർക്കുകളാണ് നമുക്കിതിൽ ചെയ്യാനുണ്ടായിരുന്നത്. വിനൈൽ മാറ്റ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ മഴയത്ത് അകത്തേക്ക് കയറിയാലും നമ്മുടെ കാലുമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ചെരുപ്പുമെന്നുള്ള വെള്ളം, അതേപോലെ കുട യൂസ് ചെയ്യുന്ന കുടയുമെന്നുള്ള വെള്ളം, ഇതൊക്കെ ശരിക്കും ഇതിൻ്റെ അടിയിൽ വരുന്ന കാർപ്പറ്റ് കൂടെ ശരിക്കും വണ്ടിയുടെ ഉള്ളിലേക്ക് ഇറങ്ങും. അത് ചിലപ്പോൾ സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട് കറക്റ്റായിട്ട് ഉണങ്ങി പോയില്ലെങ്കിൽ. അത് ബോഡിമേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഡോറൊക്കെ തുറന്നിടണം. അത് മാത്രമല്ല കൂടുതലായിട്ട് വെള്ളം കയറുമെന്നും പറയും വേണ്ട, വളരെ ബുദ്ധിമുട്ടാണ് ഉണങ്ങാനായിട്ട്. അപ്പോൾ അതേ വിനൈൽ മാറ്റിൻ്റെ വർക്ക് അതേപോലെ തന്നെ നമുക്ക് ഇങ്ങയിൽ ചെയ്യാനുള്ളത്. വിനൈൽ മാറ്റിൻ്റെ വർക്ക് മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്യാനുള്ളൂ. പിന്നെ ഒരു ആംറസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ആ സീറ്റിൻ്റെ ഫിറ്റിങ്സിന് കഴിഞ്ഞാൽ നമ്മൾ ആംറസ്റ്റും കാര്യങ്ങളും നമ്മളതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ അതേ വിനൈൽ മാറ്റിൻ്റെ വർക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്ന ചില ഭാഗത്ത് ചുളിച്ചിൽ കാണും. ഈ ചുളിച്ചിൽ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ പഴയ മാറ്റ്, ഒരു ക്ലോത്തിൻ്റെ മാറ്റ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആ മാറ്റിൻ്റെ ചുളിച്ചിലുള്ളിടത്ത് ആ ഭാഗത്തുള്ള ചുളിച്ചിലാണ് നമ്മൾക്ക് പുറത്തേക്ക് കാണുന്നത്. നമ്മൾ വിനൈൽ മാറ്റ് ഇടുമ്പോൾ അടിയിൽ നിരപ്പല്ലാന്നുണ്ടെങ്കിൽ ആ ചുളിച്ചിൽ നമുക്ക് പുറത്തേക്ക് ഫീൽ ചെയ്യും. കറക്റ്റായിട്ട് ആ ചുളിച്ചിൽ പുറത്തേക്ക് വരും. അപ്പോൾ ചിലർ പറയുമ്പോൾ ചില വണ്ടിയിൽ നമ്മൾ സീറ്റ് ഊരി കഴിഞ്ഞാൽ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കും, ഞെക്കി കാണിച്ചു കൊടുക്കും. എന്നുവെച്ചാൽ പളവളാന്നായിരിക്കും അടിയിലത്തെ മാറ്റ് ഇരിക്കുന്നത്. അടിയിലെ മാറ്റ് പളവളാന്നിരിക്കുന്ന അതിൻ്റെ മേലെ ഇടുന്ന മാറ്റും അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അല്ലാണ്ട് കറക്റ്റ് ടൈറ്റ് ഫിറ്റായിട്ട് കിട്ടില്ല, ഒരിക്കലും ടൈറ്റ് ഫിറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫുൾ വിനൈൽ മാറ്റ് നമ്മൾ വിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നത് ജസ്റ്റ് ഒന്നുകൂടി കാണാം. അതിനുശേഷം നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറ്റിയിട്ടുള്ളൊരു വീഡിയോയും കൂടി ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൂടെ തന്നെ കാണാം. അതോടുകൂടി നമ്മുടെ വീഡിയോ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത്ര ഐറ്റംസ് ഉണ്ടെന്നുള്ള ഐറ്റംസ് എല്ലാം ഫുള്ള് വർക്ക് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സീറ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ക്യാമറയുടെ കാര്യം പറഞ്ഞിരുന്നു. ക്യാമറ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ മെയിനായിട്ടുള്ളൊരു ഐറ്റമാണ്. നമ്മൾ ഇൻബിൽറ്റ് സ്റ്റീരിയോയിലേക്ക് ഒരു ക്യാമറ ആഡ് ചെയ്യുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളത്. ഏറ്റവും വലിയ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനി വെക്കുന്ന ക്യാമറക്കാളും 100 ഇരട്ടി ഭേദമാണ് നമ്മൾ വെക്കുന്ന ക്യാമറ. അതിലൊരു സംശയവുമില്ല. അതും വൈഡായിട്ട് കാണാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്യാമറയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ക്യാമറ ജസ്റ്റ് ഒന്ന് വർക്ക് വെച്ച് കാണാം. സീറ്റിൻ്റെ വിനൈൽ മാറ്റിൻ്റെ വർക്ക് കഴിഞ്ഞത് സീറ്റിൻ്റെ ഫിറ്റിങ്സ് നടക്കണത്. ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന ക്യാമറ. ക്യാമറയുടെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ വൈഡായിട്ട് കാണാവുന്ന ഒരു ക്യാമറയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അതും നല്ല ക്ലാരിറ്റി ഉണ്ടാവും. മാത്രമല്ല നൈറ്റ് വിഷൻ ഓപ്ഷൻ ഉള്ളൊരു ക്യാമറയാണ്. നമ്മളിപ്പോൾ ഈ ക്യാമറയിൽ വരുന്ന ലൈൻ നോക്കണ്ട കേട്ടോ. അത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ ഫോണിൽ വരുന്നതാണ്. നേരിട്ട് കാണുമ്പോൾ ഒറ്റ ഒരു ലൈനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരുന്നില്ല. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു. ഇതേ സീറ്റ് ഫുൾ സീറ്റ് നമ്മളിതേ ഉള്ളിലേക്ക് കയറ്റി നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഹെവി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗാർഡ്. ഇത്രയും വർക്കുകളാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഗാർഡ് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കാണാം. നല്ല ശരിക്കും ഷോ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗാർഡാണ്. അപ്പോൾ ഓക്കെ, ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.